നിങ്ങളുടെ ഒരു അറിവിൽ പേഴ്സണാലിറ്റി എന്താണ്? നമ്മൾ ചില ആൾക്കാരെ പറയും പെരുമാറ്റം. പിന്നെ നമ്മൾ ഒരാൾ നല്ല ആളാണ് അല്ലെങ്കിൽ ഒരാൾ മോശം വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നത് എന്തിന്റെ ബേസിലാണ്? അതായത് നമ്മുടെ എന്താ പറയാ, സംസാരം, പെരുമാറ്റം, ഒക്കെ എല്ലാം പേഴ്സണാലിറ്റിയിൽ പെടും. എല്ലാം ചേർന്നതാണ് ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അത് ഒരാൾ നല്ല മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ. ക്ലിയർ ആവുന്നില്ലല്ലോ പറയുന്നത്. അത് ആരോ ഒരാൾ മൈക്കൊക്കെ, എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യോ, അപ്പം ഞാൻ പറയുന്നത് കേൾക്കും. നസീഹ മ്യൂട്ട് ചെയ്യോ? ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, എന്നാൽ മ്യൂട്ട് ചെയ്തോ. ഓക്കെ. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓരോ വ്യക്തികളെയും പറ്റി പറയുന്ന ഒരു കാര്യം. നമ്മൾ ഒരാളെക്കുറിച്ച് നമ്മൾ പറയും ഇയാൾ നല്ല വ്യക്തിയാണ്, അല്ലെങ്കിൽ നല്ല മാനേഴ്സ് ഉള്ള, അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളാണ്, നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെന്നൊക്കെ ചില ആൾക്കാരെ കുറിച്ച് പറയും. ചില ആൾക്കാരെ കണ്ടാൽ നമ്മൾ പറയും ഇയാൾ അത്ര പോരാ, അല്ലെങ്കിൽ ഇയാളുടെ പേഴ്സണാലിറ്റി ശരിയില്ല. ഈ രീതിയിൽ നമ്മൾ സംസാരിക്കും. ഇതൊക്കെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ആ ഒരു വ്യക്തിയെ മൊത്തത്തിൽ നോക്കിയിട്ട്. പണ്ടൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരാളെ കണ്ടാൽ ഇയാൾ കൊള്ളാലോ, ഇങ്ങനെ പറയുന്ന ആൾക്കാരായിരുന്നു നമ്മൾ. പക്ഷെ ഇപ്പോഴോ? നല്ല ഡ്രസ് പുറത്ത് നമ്മൾ കാണുന്ന പോലെയാണോ ആൾക്കാരുടെ ഉള്ള്? ആണോ? നല്ല നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നല്ല ജോലിയൊക്കെ ഉള്ള ഒരാളെന്ന് പറയുമ്പോൾ, നല്ല ജോലിയുണ്ട്, യെസ്, നല്ല ജോലിയുണ്ട്, നല്ല വീട്ടിലാണ് താമസിക്കുന്നത്, നല്ല രീതിയിൽ സംസാരമൊന്നും കുഴപ്പമില്ല, നല്ല ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട്, ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഭയങ്കര മോഡേൺ ആണ്, ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ അടിപൊളി മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് മാത്രം നോക്കിയിട്ട് പറ്റില്ല അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അയാളുടെ ബിഹേവിയർ, അയാളുടെ പെരുമാറ്റം എങ്ങനെയാണ്, അയാളുടെ ചിന്തകൾ എങ്ങനെയാണ്, അയാളുടെ ഇമോഷൻസ് എങ്ങനെയാണ്, ഇതെല്ലാം കൂടെ കൂടി ചേർന്നതാണ് ഒരാളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഈ എല്ലാ കാര്യങ്ങളും കൂടെ ചേർന്നതാണ്. അപ്പോൾ എന്തായിരിക്കും പേഴ്സണാലിറ്റി ഡിസോർഡർ? വ്യക്തിത്വ വൈകല്യം. പേഴ്സണാലിറ്റിക്ക് എന്തോ ഒരു പ്രശ്നം. നമ്മളുടെ ഈ ഒരു സമൂഹത്തിൽ ഇപ്പോൾ എല്ലാവരും ഒരേപോലെ സമൂഹത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയും എല്ലാവരും നോർമലായിട്ടുള്ള വ്യക്തികളാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരാൾ നമ്മളുടെ സമൂഹത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, കുറച്ച് അബ്നോർമലായിട്ട് പെരുമാറുമ്പോൾ അപ്പോഴാണ് നമ്മൾക്ക് അയാൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഞാൻ വിചാരിക്കുന്ന പോലെയല്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു കൂട്ടം മനുഷ്യന്മാർ വിചാരിക്കുന്ന പോലെയും അവർ പെരുമാറുന്ന പോലെയും അല്ലാതെ കുറച്ച് പെരുമാറ്റത്തിൽ എന്തോ കുറച്ച് കൂടുതലുകളും കുറവുകളും ഉള്ള ആളുകളെയാണ് വ്യക്തിത്വ വൈകല്യമുള്ളവരെന്ന് നമ്മൾ പറയാം. അബ്നോർമൽ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ, നോർമൽ അല്ലാത്തവർ. അപ്പോൾ ആ ഒരു പാറ്റേൺ നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി 3 തരത്തിലാണ് ഉണ്ടാവുക. ആ ഒരു പാറ്റേൺ അങ്ങനെയാണ്. ഫസ്റ്റ് വൺ, ഇൻഫ്ലെക്സിബിൾ ആയിരിക്കും. ഇൻഫ്ലെക്സിബിൾ എന്ന് വെച്ചാൽ അവരെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അവരുടെ ചിലപ്പോൾ ഭയങ്കര സംശയാലുക്കളായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബിഹേവിയറൽ പ്രോബ്ലം ഉള്ള ആൾ, പേഴ്സണാലിറ്റിയിൽ എന്തോ ഒരു പ്രശ്നമുള്ള ഒരാൾ, ആരെ വിശ്വാസമില്ലാത്ത ഒരാൾ, അയാളെ നമുക്ക് വിശ്വസിപ്പിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു പെരുമാറ്റം ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഒരു മാനസിക വൈകല്യമുള്ള ഒരാളെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പോഴും അയാൾ പറയും ഇവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ഞാനൊരു രോഗിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഞാനിവിടെ ആയിക്കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് സുഖമായിട്ട് കഴിയാലോ, നമ്മൾ നല്ലതിനെന്ന് വിചാരിച്ച് ഒരു മനുഷ്യൻ്റെ ഒരു രോഗം മാറ്റാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും നമ്മൾ വിചാരിക്കും എന്ത്, ഈ വീട്ടുകാരെന്നെ ഒരു രോഗിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടു. അങ്ങനെ ആ ഒരു ചിന്തകളെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഇൻഫ്ലെക്സിബിൾ ആയിരിക്കും. നമുക്ക് ഒരാളുടെ പെരുമാറ്റം അല്ലെങ്കിൽ അയാളുടെ ചിന്ത അത് എത്ര വിചാരിച്ചാലും, ഇപ്പോൾ നമ്മളൊരു എവിഡൻസ് കൊടുത്തു, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഇന്ന കാരണം കൊണ്ടാണ്, ആ ഒരു എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാലും അവർ പറയും ഇതെനിക്കെതിരായിട്ട് ആൾക്കാർ ചെയ്യുന്നതാണ്. അങ്ങനെ ആ ഒരു ചേഞ്ച് ആവാൻ വേണ്ടി
ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, അവരുടെ തോട്ട്സും അവരുടെ വികാരങ്ങളും കാര്യങ്ങളും ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ കാര്യം, ഇൻഫ്ലെക്സിബിൾ ആയിരിക്കും. രണ്ടാമത്തത് പെർവാസീവ്. പെർവാസീവ് എന്ന് വെച്ചാൽ ഇത് ലൈഫിൻ്റെ ഒരു ഏരിയനെ മാത്രം ബാധിക്കുന്നതല്ല. പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ പേഴ്സണൽ ലൈഫിൽ, അയാളുടെ പ്രൊഫഷണൽ ലൈഫിൽ, സോഷ്യൽ ലൈഫിൽ ഈ 3 ഏരിയനെയും മൊത്തത്തിൽ ബാധിക്കും. ഒരു വ്യക്തിത്വ വൈകല്യമുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അയാളുടെ വീട്ടിൽ നല്ല അവസ്ഥയായിരിക്കുമോ? ഒരു വീട്ടിലൊരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അയാളൊരു സംശയരോഗിയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് സമാധാനം ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഇല്ല, നല്ല ഫ്രണ്ട്ഷിപ്പ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? രണ്ടുപേര് കൂടി നിന്ന് സംസാരിക്കുന്നത് കണ്ട് അവർ പറയും എന്നെക്കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് കുറ്റം പറയാണ്, ഈ രീതിയിൽ. അപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ സമൂഹത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് സംശയമായിരിക്കും. അങ്ങനെ ആ രീതിയിലുള്ള വ്യക്തിത്വ വൈകല്യമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സംശയവും കാര്യങ്ങളും അവർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് പെർവാസീവ് ആയിരിക്കും. ഇപ്പോൾ വർക്ക് പ്ലേസിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരാണ്, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരാണ്. ഈ രീതിയിൽ ചിന്ത ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, സ്വന്തം വർക്കിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പെർവാസീവായിട്ട് ഉള്ളൊരു പാറ്റേൺ ആയിരിക്കും. പിന്നെ ഡിസ്ട്രെസ്സിങ് ആയിരിക്കും. ഡിസ്ട്രെസ്സിങ് എന്ന് വെച്ചാൽ ഈ രീതിയിലൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അവരെപ്പോഴും ഒറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി, ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ ലൈഫ് സ്മൂത്തായിട്ട് പോകുന്നുണ്ടാവോ? എപ്പോഴും വീട്ടിൽ വഴക്കും കാര്യങ്ങളുമാണ്, അല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളവരെ സംശയമാണ്. അതനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ അവർക്കൊരു സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല. അപ്പോൾ ഇവരുടെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുടെ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇൻഫ്ലെക്സിബിൾ ആയിരിക്കും. അവരെ എത്ര വിചാരിച്ചാലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം പെർവാസീവ് ആയിരിക്കും. അവരുടെ ലൈഫിനെ മൊത്തത്തിൽ അത് എഫക്റ്റ് ചെയ്യും. ഒരു ഏരിയനെ മാത്രമല്ല, എല്ലാ രീതിയിലും അവരെ അത് ബാധിക്കും. മൂന്നാമത്തെ കാര്യം ഡിസ്ട്രെസ്സിങ് ആയിരിക്കും. ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അവർ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? പേഴ്സണാലിറ്റി എന്താണ്? പേഴ്സണാലിറ്റി ഡിസോർഡർ ആവുന്നത് എപ്പോഴാണ്? ഓക്കെ, നമ്മളുടെയൊക്കെ പേഴ്സണാലിറ്റി ഒരുപോലെ ആയിരിക്കുമോ? ഇപ്പോൾ എന്നെപ്പോലെ ആയിരിക്കുമോ നിങ്ങൾ? എൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് പറയില്ലേ, ഇപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും ഏകദേശം ഒരുപോലെയാണ്, ഞങ്ങൾ ഒരേ പേഴ്സണാലിറ്റി. എല്ലാവർക്കും അങ്ങനെയാണോ? അല്ലെങ്കിൽ കേൾക്കാത്തവരൊന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. നമ്മളൊക്കെ യുണീക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ എന്നെപ്പോലെയല്ല എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ തരം വ്യക്തിത്വമാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഡിസോർഡർ ആവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 3 പാറ്റേൺ നോക്കിയിട്ടാണ്. അപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ DSM ICD എന്ന് പറഞ്ഞിട്ട് 2 മാനുവലുണ്ട്. അതിനെക്കുറിച്ചൊന്നും പോകണ്ട, എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ പറയാണ്. അതിൽ DSMലാണ് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ളത്. ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ്. മെൻ്റൽ ഡിസോർഡേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഒരു മാനുവൽ. അപ്പോൾ ആ മാനുവൽ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സൊക്കെ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാനുവൽ പ്രകാരം DSM-5 ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ക്ലസ്റ്റർ A, ക്ലസ്റ്റർ B, ക്ലസ്റ്റർ C. ഇങ്ങനെ 3 ക്ലസ്റ്ററായിട്ട് നമുക്ക് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ തിരിക്കാം. കിട്ടിയോ? 3 ക്ലസ്റ്ററായിട്ട് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ പറയാം. അതിൽ ക്ലസ്റ്റർ A എന്ന് പറയുന്നത് കുറച്ച് ഓഡ് ആൻഡ് എക്സെൻട്രിക് ആയിട്ട് പെരുമാറുന്ന ആൾക്കാർ, കുറച്ച് വിചിത്രമായിട്ട് ഉള്ള പെരുമാറ്റ രീതി. അവർക്ക് ചിലപ്പോൾ സംശയമായിരിക്കും, ചിലപ്പോൾ മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ളൊരു മിങ്കിൾ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരായിരിക്കും, സ്വന്തം കാര്യം നോക്കി നടക്കുന്ന ആൾക്കാർ. ഇങ്ങനത്തെ ആൾക്കാരാണ് ക്ലസ്റ്റർ എയിൽ ഉണ്ടാവുക. ക്ലസ്റ്റർ B ആകുമ്പോൾ കുറച്ചൊന്ന് ഡ്രമാറ്റിക് ആയിട്ടുള്ള ആൾക്കാർ. ഡ്രമാറ്റിക് എന്ന് വെച്ചാൽ എന്താ പറയുക, ഫുൾ ആക്ടിങ് പോലെ പെരുമാറുന്ന, മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുക, പെട്ടെന്ന് ഇമോഷണൽ ആവുക, പെട്ടെന്ന് കരച്ചിൽ വരിക, പെട്ടെന്ന് ദേഷ്യം വരിക. ഇപ്പോൾ ഒരു സന്തോഷിച്ചിരിക്കുന്ന ഒരു സമയത്ത് ചെറിയ എന്തെങ്കിലും ഒരു കാര്യം മതി അവരതിനോട് ഓവർ റിയാക്ട് ചെയ്യും.
മറ്റുള്ളവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുക എന്നുള്ളത് ക്ലസ്റ്റർ ബിക്കാരുടെ ഒരു സവിശേഷതയാണ്. പിന്നെ അതിൽ ക്ലസ്റ്റർ സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആങ്ഷ്യസ് ആവുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനെയും പേടി, എന്നെ ആരെങ്കിലും ഒറ്റപ്പെടുത്തുമോ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോവോ, ഇത്തരം ആങ്സൈറ്റി ഉള്ള ആൾക്കാരാണ് ക്ലസ്റ്റർ സിയിൽ ഉണ്ടാവുക. കുറച്ചൊരു പെർഫെക്ഷനിസം, എല്ലാ കാര്യങ്ങളും ഭയങ്കര ഓർഡർലി ചെയ്യണം, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ് ക്ലസ്റ്റർ സിയിൽ ഉണ്ടാവുക. ക്ലസ്റ്റർ എന്ന് വെച്ചാൽ ഭയങ്കര എല്ലാ കാര്യങ്ങളെയും സംശയിക്കുന്ന, എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന, എല്ലാവരെയും അത്ര ഇഷ്ടമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. ആൾക്കാരുമായിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കും. ക്ലസ്റ്റർ ബി എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ഡ്രമാറ്റിക്കായിട്ട് പെരുമാറുന്ന, എല്ലാവരുടെ ഇടയിൽ അറ്റൻഷൻ സീക്കറായിട്ടൊക്കെ പെരുമാറുന്ന ആൾക്കാരാണ് ക്ലസ്റ്റർ ബിയിൽ ഉണ്ടാവുക. ക്ലസ്റ്റർ സി എന്ന് പറയുന്നത് ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് മറ്റുള്ളവരെന്നെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള പേടി, ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ തന്നെ ആ ഗ്രൂപ്പിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ഒഴിവാക്കി പോവോ, ഇങ്ങനെയൊക്കെ എപ്പോഴും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരായിരിക്കും ക്ലസ്റ്റർ സിക്കാർ. ഇതിലെന്തെങ്കിലും ഡൗട്ടുണ്ടോ? സ്പീഡാണോ? ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എന്തെങ്കിലും, പിന്നെ ഈ ക്ലാസ്, പിന്നെ നോട്ട്സ് നോക്കുമ്പോൾ മനസ്സിലാവാതിരിക്കരുത്. ദെൻ ക്ലസ്റ്റർ എ, ഇത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുവാണോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ ഈ പറയുന്ന ഡിസോർഡേഴ്സ്? ഞാനിപ്പോൾ ഒരു ക്ലാസിഫിക്കേഷനൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ ഇത് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയണേ, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും നിങ്ങൾ ഉറങ്ങിയെന്ന്. ADHD പേഴ്സണാലിറ്റി ഡിസോർഡറിൽ പെടുന്നതല്ല, അത് വേറെ തന്നെ. പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഈ 3 ക്ലസ്റ്ററുകളാണുള്ളത്. അതിലേതൊക്കെയാണ് പെടുന്നതെന്നുള്ളത് നമ്മളിപ്പോൾ പറയും. ഓക്കെ. അപ്പോൾ ക്ലസ്റ്റർ എ നമ്മൾ പറഞ്ഞു, കുറച്ചൊരു വേറിട്ട സ്വഭാവം കാണിക്കുന്ന, കുറച്ചൊരു വിചിത്രമായിട്ടുള്ള രീതിയിൽ അസാധാരണമായിട്ട് പെരുമാറുന്ന ആൾക്കാരാണ് ക്ലസ്റ്റർ എയിലുള്ളവരെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവർക്ക് സമൂഹമായിട്ടൊന്നും വലിയൊരു ഇടപാടുകൾ ഉണ്ടാവില്ല, എല്ലാവരെയും സംശയത്തിൻ്റെ കണ്ണിൽ നോക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുകയാണ്, അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിലും വേറിട്ട് അൺയൂഷ്വൽ ആയിട്ടുള്ള തോട്ട്സും കാര്യങ്ങളും ഇവർക്ക് ഉണ്ടാവും. അതിൽ ഒരു ഡിസോർഡറാണ് ക്ലസ്റ്റർ എയിൽ വരുന്ന ഒന്നാമത്തെ ഡിസോർഡറാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, PPD. പാരനോയിഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്തിനും ഏതിനും സംശയം, എന്ത് കാര്യം പറയുമ്പോഴും അതിനെക്കുറിച്ച് അവർക്കൊരു സംശയിക്കേണ്ടാത്ത കാര്യം, വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമായിരിക്കും, പക്ഷേ അതിനെയും ആൾക്കാർക്ക് സംശയം. 2 പേര് കൂടി ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അവരെന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കെതിരെ എന്തോ പ്ലാൻ ചെയ്യുകയാണ്. നമ്മൾ ഇത്തരം പെരുമാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം പേഴ്സണാലിറ്റിയൊക്കെ എല്ലാ ആൾക്കാരിലും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഇത് എനിക്കുണ്ടല്ലോ, അപ്പം ഞാൻ ഈ പാരനോയിഡ് പേഴ്സണാലിറ്റി ആണോ ഇങ്ങനെ വിചാരിക്കരുത്. ഈ ഓരോ പേഴ്സണാലിറ്റിയും നമ്മൾക്ക് എല്ലാവർക്കും ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നല്ല, നമുക്കുണ്ട് ഇത്തരം പേഴ്സണാലിറ്റികളൊക്കെ. ഇതിൽ പറയുന്ന എല്ലാ പേഴ്സണാലിറ്റിയും ഒരംശമെങ്കിലും നമ്മളിലുണ്ട്, നമ്മളത് കാണിക്കുകയും ചെയ്യും. പക്ഷേ അതൊരു ലിമിറ്റിനപ്പുറത്തേക്കാവുമ്പോൾ, ഈ ഞാൻ പറഞ്ഞ DSM-5 കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് ഇത്ര മാസം അല്ലെങ്കിൽ ഇത്ര തവണ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും. ഇന്ന കാര്യങ്ങൾ കാണിച്ചിരിക്കണം, അങ്ങനെയാണെങ്കിൽ അത് ഡിസോർഡർ ആവുള്ളൂ. അതുവരെ നമുക്ക് ഇപ്പം ഞാനെന്ന് പറയുന്നത്, ഞാൻ കുറച്ച് ആൾക്കാരെ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റിയാണ്. ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് കൂടെ ആരെങ്കിലും, എനിക്കൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ എനിക്ക് ഒരാളോട് ചോദിക്കാൻ ഭയങ്കര ഇതാണ്, അതാണ് എൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഡോമിനൻ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റിയാണ് എന്നിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്, പക്ഷെ അതൊരു ഡിസോർഡർ അല്ല. ഇപ്പം ഞാൻ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഒന്ന് പുറത്ത് പോകണം, ഞാൻ ഒറ്റയ്ക്ക് പോകും. പക്ഷേ എനിക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരാൾ കൂടിയേ തീരൂ, അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയില്ല. ഇങ്ങനെയാണെങ്കിൽ എന്താണ്? അതൊരു ഡിസോർഡറാണ്. അതുപോലെയാണ് ഓരോ ഡിസോർഡറും.
നമ്മൾ അതിൻ്റെ ആ ഒരു അംശം നമ്മളിൽ ഉണ്ടാവും. നമ്മളിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന നമ്മളിൽ കൂടുതലായിട്ട് നിൽക്കുന്ന പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ ഒരിക്കലും അത് ഒരു ഡിസോർഡറായിട്ട് നമുക്കിപ്പോൾ കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പറയുന്ന സംശയം നമ്മൾക്ക് ഉണ്ടാവും. നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ രണ്ടുപേര് മാറി നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ പറയും നമ്മളെക്കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് കുറ്റം പറയുകയാണ്. ഇത്തരം തോന്നലുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് ഡിസോർഡർ ആണ് എന്നുള്ളത് ആ ഒരു രീതിയിൽ എടുക്കണ്ട. അപ്പോൾ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആവുന്ന സമയത്ത് അത് അവരുടെ കൂടെ ജീവിക്കുന്നവർക്കും അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര സംശയമായിരിക്കും. മറ്റുള്ളവരെ വിശ്വസിക്കുകയില്ല. ഇത് ശരിക്കും പാർട്ട്നേഴ്സിൻ്റെ ഇടയിലാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുക. ഇപ്പോൾ ഊളംപാറ ഒരു കേസ് കണ്ടത് കുറച്ച് ഏജ് ആയിട്ടുള്ളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇവർ കുറേ ആയിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈഫിനാണ് പ്രശ്നം. വൈഫിന് എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിനെ ഭയങ്കര സംശയമാണ്. അതൊരു മാരേജ് കഴിഞ്ഞിട്ട് അവരെ ഡെലിവറി ഒക്കെ കഴിഞ്ഞത് തൊട്ടിട്ട് ഭയങ്കര ചെറിയ രീതിയിലുള്ള സംശയം തുടങ്ങി. ഇപ്പം അത് ഭയങ്കര ഓവറായിട്ട് എല്ലാ കാര്യങ്ങൾക്കും സംശയം. ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ വേറെ ആരുടെയെങ്കിലും കൂടെ പോവാണോ, അതല്ലെങ്കിൽ ഇപ്പോൾ നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇവർ ഉറങ്ങാതെ എണീറ്റിരിക്കും. എന്താ ഉറങ്ങാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ ഉപദ്രവിക്കാൻ ആരോ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരുടെങ്കിലും ഫോണിൽ സംസാരിക്കുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ രീതിയിൽ അത് ഒരു പ്രായം കഴിഞ്ഞു, ഇതിനൊക്കെയുള്ളൊരു സമയവും കാര്യവും കഴിഞ്ഞു. ഒരു 60 വയസ്സോളമായി ആ ഒരു സ്ത്രീക്ക്. അപ്പോഴും രാത്രി അവർക്ക് ഉറക്കം കിട്ടുന്നില്ല, അവരാരെങ്കിലും ഉപദ്രവിക്കാൻ വരികയാണ്, അല്ലെങ്കിൽ അവരെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഭയങ്കര സീക്രട്ടായിട്ട് കൊണ്ട് നടക്കും. ഇത് വേറെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ബ്ലോക്ക് ചെയ്യും. എനിക്ക് നല്ലത് വരാൻ പോകുന്നതിനെ മറ്റുള്ള ആൾക്കാർ ബ്ലോക്ക് ചെയ്യും. ഈ രീതിയിലുള്ള ചിന്തകൾ അവർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർന്നതാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. പൊസസീവ്നെസ് ആണെങ്കിൽ അത് ഒരാളുടെ അടുത്തേ ഉണ്ടാവുള്ളൂ. പേഴ്സണാലിറ്റി കപ്പിൾസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോ ഒരു തരത്തിലൊരു പൊസസീവ്നെസ് തന്നെയല്ലേ. അത് ഞാൻ ക്ലിയർ ആക്കി തരാം. പൊസസീവ്നെസ് ആവുന്ന സമയത്ത് അത് പാർട്ട്ണറിൻ്റെ അടുത്തെന്ന് വിചാരിക്കാം. പക്ഷെ നമ്മൾ നേരത്തെ പേഴ്സണാലിറ്റി ഡിസോർഡർ ആവുമ്പോൾ ഒരു 3 പാറ്റേൺ പറഞ്ഞിരുന്നു. ചേഞ്ച് ചെയ്യാൻ പറ്റൂല, കുറേ കാലങ്ങളായിട്ട് അത് നീണ്ടു നിൽക്കും, ഒരു സ്ഥലത്ത് മാത്രമല്ല, പാർട്ട്ണറിൻ്റെ അടുത്ത് മാത്രമല്ല ഉണ്ടാവുക, നെയ്ബേഴ്സിൻ്റെ അടുത്തുണ്ടാവും, വർക്ക് പ്ലേസിലുണ്ടാവും, ഫ്രണ്ട്സിൻ്റെ അടുത്തുണ്ടാവും, അവരുമായിട്ട് ഇടപഴകുന്ന എല്ലാ ആൾക്കാരുടെ അടുത്തും ഈ ഒരു പ്രശ്നം അവർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊരു പൊസസീവ്നെസ് അല്ല. എല്ലായിടത്തും സംശയം തോന്നുക, മറ്റുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് കള്ളം പറയാണ്, അല്ലെങ്കിൽ ആൾക്കാർ എന്നെ ചതിക്കുകയാണ്, അവരെന്നെ വഞ്ചിക്കുകയാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കൂടോത്രം ചെയ്യാൻ പോവുക, അങ്ങനത്തെ കാര്യം. ഇവരെപ്പോഴും ഭയങ്കര സെൽഫ് പ്രൊട്ടക്റ്റീവായിട്ട് നിൽക്കും. എനിക്കെന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ട്, അപ്പം ഞാൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു മുൻകരുതൽ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ശരിക്കും അങ്ങനെ ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലൂടെ ആയിരിക്കില്ല അവർ പോകുന്നത്. പക്ഷെ അവരെന്ത് ചെയ്യും, തൻ്റെ നെയ്ബർ നമുക്കെതിരെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനെതിരെ നമ്മൾ എന്തെങ്കിലും കൂടോത്രം ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അതിനെതിരെ ചെയ്യണം. ആ ഒരു രീതിയിലായിരിക്കും എപ്പോഴും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, മനസ്സിലായോ? ചില ആൾക്കാരൊക്കെ ഉണ്ടാവും ആരും അറിയിക്കാതെയൊക്കെ പുറത്തു പോവുക, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സീക്രട്ടീവായിട്ട് ചെയ്യും. രഹസ്യമായിട്ട് ചെയ്താലേ അത് നടക്കുള്ളൂ, അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് അത് മുടക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഓവറായിട്ട് കാണിക്കും കേട്ടോ. പാരനോയിഡ് പേഴ്സണാലിറ്റി ആണെങ്കിൽ അതിനെ ലൈഫിനെ മൊത്തത്തിൽ ബാധിക്കുന്ന രീതിയിലായിരിക്കും. ഇപ്പോൾ വർക്ക് പ്ലേസിലാണെങ്കിൽ നല്ല രീതിയിൽ ജോലി ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവില്ല. മറ്റുള്ള ആൾക്കാർ എന്തെങ്കിലും പറയും, എന്തെങ്കിലും ചെയ്യും, ഇത് ചിന്തിക്കാനേ അവർക്ക് നേരം ഉണ്ടാവുള്ളൂ. ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, കുറേ വാക്ക് തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കും. അപ്പോൾ ഇവർ ഈ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഇവർക്ക് ഭയങ്കര കുറവായിരിക്കും. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അവരുമായിട്ട് എപ്പോഴും ഒരു നീരസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു 2 ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കുറച്ചൊന്ന് കമ്പനി ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് തെറ്റിപ്പിരിഞ്ഞ് പോകും. രണ്ടാമത്തതാണ് സ്കിസോയിഡ് പേഴ്സണാലിറ്റി. ഇതും ക്ലസ്റ്റർ എയിൽ വരുന്ന രണ്ടാമത്തെ ഡിസോർഡറാണ് സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഈ സ്കിസോയിഡ് പേഴ്സണാലിറ്റിക്കാർ ഭയങ്കര വിത്ഡ്രോൺ ആണ്. ഈ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ഇഷ്ടമില്ല, ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടം. ഇവർ കൂടുതലും ഈ നൈറ്റ് ഷിഫ്റ്റൊക്കെ എടുക്കാനായിരിക്കും ഇഷ്ടം ഉണ്ടാവുക.
ഇപ്പോൾ രാത്രിയാവുമ്പോൾ കൂടുതൽ ആൾക്കാരെ കാണണ്ട, കൂടുതൽ ആളുകളുമായിട്ട് സംസാരിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ആരും അറിയാത്ത സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ വീട്ടിൽ തന്നെ അവർക്ക് വലിയൊരു അഫെക്ഷനും കാര്യം ഉണ്ടാവില്ല. സ്വന്തം ഫാമിലി മെമ്പേഴ്സുമായിട്ട് തന്നെ ഒരു കണക്ഷനൊന്നും ഉണ്ടാവില്ല. ഒരു സ്വന്തം കാര്യം നോക്കുക, സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ബാക്കിയുള്ളവരെ കാര്യത്തിൽ ഇടപെടുകയില്ല, തൻ്റെ കാര്യത്തിൽ മറ്റുള്ളവർ ഇടപെടുന്നത് ഇഷ്ടവുമില്ല. ഈ രീതിയിലാണ് സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഉള്ളവർ. അവർക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല, അതുപോലെ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് അതിലൊന്നും ഒരു താല്പര്യമൊന്നും ഉണ്ടാവില്ല. എനിക്ക് അറിയുന്ന ഒരാളുണ്ടായിരുന്നു മാഡം, അവരിപ്പോ സൂയിസൈഡ് ചെയ്തു. ഓ, എങ്ങനെ, സ്കിസോയിഡ് ആണോ? അതെ അതെ, ഈ മാഡം പറഞ്ഞ ടൈപ്പ് പേഴ്സണാലിറ്റിയാണ്. ഓക്കെ. അവർക്ക് അങ്ങനെ ആകാൻ വേണ്ടി ഒരു കാരണം ഉണ്ടായിരുന്നു. ഒരു ലവർ, അവർക്ക് അങ്ങനെ പ്രണയം ഉണ്ടായിരുന്നു. അത് അവരെ ചതിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവരിങ്ങനെ വന്നത്. ഈ ടൈപ്പ് മാഡിപ്പം പറഞ്ഞ ഈ ടൈപ്പ് പേഴ്സണാലിറ്റി ആയിരുന്നു എനിക്ക്. ഞാൻ അയാളെ കാണാൻ വേണ്ടിട്ട് ആ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അയാള് ഞാൻ അത്രയും വാതിലിന് മുട്ടിയിട്ട് അയാള് വാതിൽ തുറന്നിട്ടില്ല. അയാളെ അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞ് അയാള് എപ്പോഴും ഇങ്ങനെ തന്നെ കയറി അകത്തി വിളിച്ചാലാണ് തുറക്കൂലെന്ന് പറഞ്ഞു. എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയിരുന്നു പോയിട്ട്, സാധിച്ചില്ല, തുറന്നിട്ടില്ല അയാള്. അയാള് രാത്രി അച്ഛനും അമ്മയെല്ലാം ഉറങ്ങിയതിനു ശേഷമാണ് അയാൾ അകത്ത് പോയി ഭക്ഷണം കഴിക്കുക. ആരും കാണുന്നില്ല. പറഞ്ഞ ഇതായിരിക്കും അവരുടെ പേഴ്സണാലിറ്റി. ആ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കാം. അത് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മൊത്തത്തിൽ അവരുടെ ഹിസ്റ്ററി അറിയാതെ അവരുടെ പേഴ്സണാലിറ്റി ഇന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു ഡിസോർഡർ ആണെന്ന്, മേ ബി സ്കിസോയിഡ് പേഴ്സണാലിറ്റി ആയിരിക്കും, പക്ഷെ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് നമ്മൾക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. എന്തെങ്കിലും റീസണിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അവരുടെ ലൈഫിൽ എന്തെങ്കിലും. ഞാനിപ്പം പറഞ്ഞ വ്യക്തിക്ക് ഒരു ലൈഫിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷമാണ് അയാൾ അങ്ങനെയായി മാറിയത്. പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. നമ്മളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു 15 വയസ്സ് തൊട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ചെറുപ്പം തൊട്ട് നമ്മളിങ്ങനെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു 15 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മളൊരു ഫുൾ ആ ഒരു വ്യക്തിത്വം കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ആവുന്നത്. നമുക്ക് പേഴ്സണാലിറ്റി എന്ന് പറയുക അപ്പോഴാണ്. അപ്പോൾ ആ ഒരു സമയം തൊട്ടേ നമ്മളുടെ സ്വഭാവവും കാര്യങ്ങളും അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ ഇവർ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ആവാം. ഈ ഒരു ഇഷ്യൂ വന്നതോട് കൂടിയിട്ട് അങ്ങനെയും ആവാം. അതല്ലെങ്കിൽ ആയിരിക്കാം. ഓക്കെ. അപ്പോൾ സ്കിസോയിഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ ആ ഒരു രീതിയിലാണ്. സ്വന്തമായിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ഇരിക്കുക. മറ്റുള്ളവർ വന്ന് വിളിച്ചാലും വേണ്ടില്ല, വിളിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ആരെങ്കിലും അങ്ങോട്ട് ചെന്ന് ഇടപെട്ടില്ലെങ്കിൽ അതും അവർക്ക് സന്തോഷം. ഇപ്പോൾ ആരെങ്കിലും അവരെ ക്രിട്ടിസൈസ് ചെയ്യാണ്, ആരെങ്കിലും അവരെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അഭിനന്ദിക്കുകയാണ്, അതിനൊക്കെ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിട്ടു. അതിന് കൂടുതൽ സന്തോഷിക്കുകയോ സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യില്ല. അവർക്ക് അവരുടെ കാര്യം മാത്രം. അങ്ങനെ സ്വന്തം കാര്യം നോക്കി നടക്കുന്ന ആൾക്കാരാണ് സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഉള്ളവർ. ദെൻ സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി. രണ്ടും ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഉള്ളവർക്ക് ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഉണ്ടാക്കാൻ ഇഷ്ടമില്ല. ഇപ്പോൾ ക്ലോസ് ഫ്രണ്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയെങ്കിലും ഒഴിവാക്കാനാണ് അവർ ശ്രമിക്കുക. പക്ഷേ സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി അതുപോലെ തന്നെ അവർക്ക് ഈ സെക്ഷൽ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാനോ ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കും സ്കിസോയിഡ് ഉള്ളവർ. പക്ഷേ സ്കിസോടൈപ്പൽ ഉള്ളവർ മാരേജ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ അധികം അങ്ങനെ സോഷ്യലി മിങ്കിൾ ചെയ്യില്ല. മറ്റുള്ള ആൾക്കാരുമായിട്ടൊരു റിലേഷൻ ഉണ്ടാക്കുക, അതിൽ സന്തോഷിക്കുക, അതൊന്നും ഇവർക്കും ഇഷ്ടമുണ്ടാവില്ല. വളരെ വിചിത്രമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും ഡ്രസ്സ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് സ്കിസോടൈപ്പിൽ ഉണ്ടാവുക. അവർക്ക് തന്നെ ഒരു ഞാൻ എന്തോ ദൈവത്തിൻ്റെ ആളാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ മാജിക്കൽ പവേഴ്സ് എനിക്കുണ്ട്, ആ ഒരു രീതിയിലായിരിക്കും അവരുടെ ചിന്തകളൊക്കെ. ഈ നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന കുറേ ആൾ ദൈവങ്ങളുണ്ടാവില്ലേ, എൻ്റെ ദേഹത്ത് ബാധ കയറി, അല്ല ദൈവം കയറി, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കഴിവുകളുണ്ട്, ഞാൻ ദൈവത്തെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് പ്രവചിക്കാൻ പറ്റും, ഈ രീതിയിൽ പറയുന്ന
അങ്ങനത്തെ കുറേ ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അവരൊക്കെ ഈ ഒരു ഇവിടെ ടെലിപ്പതി എന്ന് പേഴ്സണാലിറ്റി പറയുന്നതാണ്. എന്താണ് എക്സാമ്പിൾ ആയിട്ട് ടെലിപ്പതി എന്ന് കൊടുത്തിട്ടില്ലേ? അത് ടെലിപ്പതി അത് പറയുന്നത് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അതെപ്പോഴും ഈ ടെലിപ്പതി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇവർക്ക് എന്തൊക്കെയോ ഭയങ്കര പവേഴ്സ് ഉണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ പറ്റുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ ഒരു ബിസിനസ് ആക്കുന്നതും നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ എൻ്റെ നാട്ടിൻപുറത്ത് നടന്നൊരു സംഭവമാണ്. ഒരു ലേഡി, അവർ ഈ പറഞ്ഞ പോലെ സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റിയാണ്. അവർക്ക് ദൈവത്തെ കാണാൻ പറ്റും. ദൈവം അവരുടെ അടുത്ത് വന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നമ്മളെ നാട്ടിൽ ഇന്ന പ്രശ്നങ്ങൾ വരും, അത് ഇങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഇവരുടെ അടുത്ത് ആൾക്കാർ പോവുകയും അവിടെ ഇങ്ങനെ പൈസ കൊടുക്കും. അവരുടെ അടുത്ത് ചെന്നിട്ട് ഇവർ പ്രശ്നങ്ങൾ പറയും. അവർ ദൈവത്തോട് ചോദിച്ചിട്ട് ഇവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതൊരു ഡിസോർഡർ ആണെന്ന് മനസ്സിലാക്കാതെ അതിനെങ്ങനെ പ്രൊമോട്ട് ചെയ്ത് അതൊരു ബിസിനസ്സായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരെയും കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതൊരു ഡിസോർഡർ ആണത് ചികിത്സിച്ച് മാറ്റേണ്ട ഒരു കാര്യമാണെന്നുള്ളൊരു ബോധം ആൾക്കാർക്കില്ല. അപ്പോൾ അവരിങ്ങനെ ആ ഒരു രീതിയിലുള്ള ഡ്രസ്സിങ് സ്റ്റൈലൊക്കെയാണ് അവർക്ക് ഉണ്ടാവുക, ഈ സ്കിസോയിഡ് പേഴ്സണാലിറ്റിയിലുള്ളവർക്ക്. അപ്പോൾ ക്ലസ്റ്റർ എയിൽ ഈ ഒരു 3 ടൈപ്പ് ഡിസോർഡേഴ്സാണുള്ളത്: പാരനോയിഡ് പേഴ്സണാലിറ്റി, സ്കിസോയിഡ് പേഴ്സണാലിറ്റി, സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി. അതിൽ പാരനോയിഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എല്ലാ കാര്യങ്ങൾക്കും സംശയമുള്ള ആൾക്കാർ, മറ്റുള്ളവരെ വിശ്വസിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ. രണ്ടാമത്തെ ടൈപ്പിൽ സ്കിസോയിഡ് പേഴ്സണാലിറ്റി, അവർക്ക് സ്വന്തം കാര്യം നോക്കി ആൾക്കാരുമായിട്ടൊന്നും മിങ്കിൾ ചെയ്യാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ, കല്യാണം കഴിക്കാൻ പോലും ഇഷ്ടമില്ല. ദെൻ സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി ആകുമ്പോൾ എനിക്ക് കുറേ അതീന്ദ്രിയ കഴിവുകളുണ്ട്, എനിക്ക് ഈ ലോകത്തെ കൈകാര്യം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാവരുടെയും കാര്യങ്ങൾ ഞാൻ അറിയും, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ ചിന്തിക്കുന്നവരാണ് സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി ഉള്ളവർ. കുറേ മാജിക്കൽ പവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുന്നവർ. ദെൻ ക്ലസ്റ്റർ ബി. ക്ലസ്റ്റർ എ മനസ്സിലായിട്ടുണ്ടോ? അപ്പം ക്ലസ്റ്റർ ബിയിൽ കുറച്ചും കൂടെ ഡ്രമാറ്റിക് ആയിട്ട്, അതുപോലെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാർ, പെട്ടെന്ന് ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് കരയുക, ചെറിയ എന്തെങ്കിലും കാര്യം മതി അവർ ഓവർ റിയാക്ട് ചെയ്യും. അതുപോലെ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. സൗണ്ടിലൊക്കെ ഒരു മോഡുലേഷൻ വരുത്തിയിട്ട് സംസാരിക്കുക, മറ്റുള്ള ആൾക്കാർ അവരുടെയൊക്കെ അറ്റൻഷൻ എനിക്ക് വേണം, ഈ രീതിയിലൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ക്ലസ്റ്റർ ബിയിലുള്ളവർ. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളവർ, ആ ഒരു ഇമോഷൻസിലൊന്നും ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. അതിൽ ഫസ്റ്റ് ഡിസോർഡറാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി? നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, ആ പേരിൽ തന്നെ ഉണ്ട്. സാമൂഹിക വിരുദ്ധരായിട്ടുള്ള ആൾക്കാർ, ആൻറ്റി സോഷ്യൽ, അതിൻ്റെ മീനിങ് തന്നെ സാമൂഹിക വിരുദ്ധത കാണിക്കുന്ന ആൾക്കാർ, സമൂഹത്തിൻ്റെ നിയമങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ആൾക്കാരാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ. ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പൊട്ടിക്കുക, അതുപോലെ കള്ളത്തരം പറയുക, കളവുകൾ നടത്തുക, എപ്പോഴും ഈ ഒരു ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, പെട്ടെന്ന് അഗ്രസീവ് ആവുക, ഇത്തരം പേഴ്സണാലിറ്റിയാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സൊസൈറ്റിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, എന്തെങ്കിലും വയലൻറ്റ് ബിഹേവിയേഴ്സ് കാണിക്കുക, മറ്റുള്ളവരെ കൊല്ലാൻ ശ്രമിക്കുക, ഇതൊക്കെ ആൻറ്റി സോഷ്യലാണ്. നമ്മൾ ഡെയിലി പത്രം എടുത്താൽ കാണുന്ന കാര്യങ്ങളാണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസെങ്കിലും ഉണ്ടാവും. ഈ അടുത്ത് നല്ല കുറച്ച് മുന്നേ
താമരശ്ശേരി ഒരു സ്കൂളിൽ കുട്ടികൾ തമ്മിൽ ഇഷ്യൂ ഉണ്ടായി, എന്തോ സെൻഡ് ഓഫിൻ്റെ പ്രശ്നം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇഷ്യൂ ഉണ്ടായി, ഒരു കുട്ടീനെ കൊന്നു. അതൊക്കെ എന്താണ്? ആൻറ്റി സോഷ്യലാണോ? അല്ലേ? ആ ഒരു അക്രമവാസന ഉള്ളതിനെയൊക്കെയാണ് നമ്മൾ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ആവും എന്ന് പറയുന്നത്. പക്ഷേ നമ്മളൊരു 15 വയസ്സ്, ഞാൻ നേരത്തെയും പറഞ്ഞു, നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ഫുള്ളി ഡെവലപ്പ് ആവുന്നത്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് പറയുക 15 വയസ്സിന് ശേഷമാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം എന്നൊക്കെ പറയുന്നത് 15 വയസ്സിന് ശേഷമാണ്. അതിന് മുന്നേ ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫുള്ളി ഡെവലപ്ഡ് അല്ല. അപ്പോൾ നമ്മൾ അവർക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കുട്ടികളിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 15 അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരിലാണ് നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഇത് കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ, ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ കാണിച്ചു തുടങ്ങുന്ന ലക്ഷണങ്ങളാണ് ഇപ്പോൾ സ്കൂളിൽ പോകാൻ മടി, എപ്പോഴും തലവേദനയാണ്, ഛർദിയാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് സ്കൂളിൽ പോകാതിരിക്കുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കള്ളത്തരം പറയുക, സ്കൂളിൽ പോയാൽ തന്നെ അവിടെ ഡെയിലി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കുട്ടികളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ സാധനങ്ങൾ മോഷ്ടിക്കുക, അതുപോലെ അവരെ ഉപദ്രവിക്കുക, എന്തെങ്കിലും സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിക്കുക, ഒരിടത്ത് അടങ്ങിയിരിക്കാതെ ഇങ്ങനെ ചുവരിലൊക്കെ വരച്ചുകൊണ്ടിരിക്കുക, അതുപോലെ പലതരത്തിലുള്ള വികൃതികൾ കാണിക്കൂലേ, അത് കുറച്ച് ഓവറായിട്ട് കാണിക്കുന്നത് ഈ ഒരു കണ്ടക്ട് ഡിസോർഡർ ഉള്ളവരാണ്. അതുപോലെ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സിനെയൊക്കെ ഉപദ്രവിക്കുക, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം പിടിച്ചിട്ട് ആ ദേഷ്യത്തിൻ്റെ പുറത്ത് കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെ ഭയങ്കര അഗ്രസീവായിട്ടുള്ള കുട്ടികൾ ആ ഒരു സമയത്ത്, ആ ഒരു ഏജിലുള്ള കുട്ടികളെയാണ് നമ്മൾ കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ കണ്ടക്ട് ഡിസോർഡർ മാറിയിട്ടാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നത്. നമ്മൾ കണ്ടക്ട് ഡിസോർഡർ ട്രീറ്റ് ചെയ്യാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ആയിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു 15 വയസ്സൊക്കെ, ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇവർ ഈ ചെറിയ ചെറിയ മോഷണങ്ങളും ചെറിയ കള്ളത്തരങ്ങളും അടിയിടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടൊരു 15 വയസ്സൊക്കെ ആവുന്ന സമയത്തേക്ക് അവർ ഈ ഡ്രഗൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങുക, അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കുക, സ്മോക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. അത് കഴിഞ്ഞിട്ടൊരു 18 വയസ്സിൽ നിന്ന് അങ്ങോട്ടേക്കായിരിക്കും ഇവർ ഈ സ്മഗ്ലിംഗ് പോലത്തെ കാര്യങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ അബ്യൂസ്, അതുപോലെ വലിയ കഞ്ചാവ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുക. അങ്ങനെ കുറച്ചും കൂടെ സിവിയറായിട്ടുള്ള ഇല്ലീഗൽ ഒഫൻസിൽ പോയിട്ട് ചെന്ന് ചാടും. ഇങ്ങനെയാണ് ഒരു കണ്ടക്ട് ഡിസോർഡർ മാറിയിട്ട് ആൻറ്റി സോഷ്യലിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കുട്ടികളിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എമ്പതി വളരെ കുറവായിരിക്കും. എമ്പതി എന്ന് വെച്ചാൽ എന്താ? കൗൺസിലിംഗ് പഠിക്കുന്നതല്ലേ, അതിൽ എമ്പതി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സഹതാപാണോ? ആണോ? ഓക്കെ, ഞാൻ ചോദിക്കാം. ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ അടുത്ത് ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കാം, ഒരു സിറ്റുവേഷൻ പറയാം. ഓക്കെ, ഞാനൊരു സിറ്റുവേഷൻ പറയാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് കരഞ്ഞൊരു സങ്കടം പറയാണ്. അപ്പോൾ ഒരു അമ്മ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയാണ്, എൻ്റെ മോനെ കൊണ്ട് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടി, എനിക്ക് വീട്ടിലൊന്നും സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യുക, അങ്ങനെ ചോദിച്ചിട്ട് ആ അമ്മ കരയാണ്. ആ കരയുന്ന സമയത്ത് നിങ്ങളും കൂടെ ഇരുന്ന് നിങ്ങൾക്കും കരച്ചിൽ വന്നു, അത് എമ്പതിയാണോ? നിങ്ങൾ കരഞ്ഞു, അത് എമ്പതിയാണോ? അതെന്താണ്? അത് സിമ്പതിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് സിമ്പതി എന്ന് പറയുന്നത്. പക്ഷേ എമ്പതി എന്താ? നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി പറയണത് എന്താണോ അത് അവരനുഭവിക്കുന്നത് പോലെ തന്നെ അതേ ഫീലിൽ ഞാനും ഫീൽ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ നമ്മളത് മനസ്സിലാക്കുന്ന ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. നമ്മൾക്ക് ഒരാൾ പറയുന്നത് അവർ അനുഭവിച്ച അതേ തീവ്രതയിൽ നമുക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുകയും അതിനനുസരിച്ച് നമ്മൾ അവരുടെ അടുത്ത് പെരുമാറുകയും ചെയ്യുക, അതിനെയാണ് എമ്പതി എന്ന് പറയുക. അപ്പോൾ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ളവർക്ക് എമ്പതി വളരെ കുറവായിരിക്കും. ആ ഒരു എമ്പതിയിൽ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, നമ്മളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, അവർ മുന്നിലിരുന്ന് കരഞ്ഞാൽ പോലും അവർക്കൊരു ഫീലും ഉണ്ടാവില്ല. അവർക്കൊരു സങ്കടം വരിക, അല്ലെങ്കിൽ അവരെ സഹായിക്കണം തോന്നുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഒരു കുറ്റബോധം തോന്നുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അത് പിടിക്കപ്പെടുമ്പോൾ അതിൽ ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നില്ല.
ഒരു കുറ്റബോധം അവരിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഡെസീറ്റ്ഫുൾനെസ്, എല്ലാ കാര്യങ്ങൾക്കും കള്ളത്തരം പറയുക. ഫ്രീക്വൻ്റ്ലി എന്ത് ചോദിച്ചാലും അതിനൊക്കെ കള്ളത്തരം പറയുക, മറ്റുള്ളവരെ വഞ്ചിക്കുക, എന്താ ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യുക, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വേറൊരു ലക്ഷണം എന്ന് പറയുന്നത്. പിന്നെ ഇമ്പൾസിവിറ്റി, എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിൻ്റെ പോസിറ്റീവ്സ് എന്താ നെഗറ്റീവ്സ് എന്താ ഇതൊന്നും നോക്കാതെ അതിലേക്ക് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക. ഇതാണ് ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഇന്ന ഭവിഷ്യത്ത് ഉണ്ടാവുമെന്ന് നമുക്ക് ഓർക്കാറുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ളവർ ഓർക്കൂല. ആ ഒരു ചോരത്തിളപ്പിന് അവർ കയറി കാര്യങ്ങൾ ചെയ്യും. അതുപോലെ പെട്ടെന്ന് അഗ്രസീവ് ആവും, എന്തെങ്കിലും കാര്യം വരുമ്പോഴത്തേക്ക് ദേഷ്യം വരിക, ആൾക്കാരെ ഉപദ്രവിക്കണം തോന്നുക, ഫൈറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളിൽ ചെന്നപ്പെടും. അതുപോലെ റെസ്പോൺസിബിലിറ്റി, ഒരു കാര്യത്തിനെ കുറിച്ചിട്ടും ഒരു ഉത്തരവാദിത്വം അവർ തലയിൽ എടുക്കൂല. നമുക്കൊരു ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, നമുക്കൊരു ജോബ് വേണം, ഇങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു ഗോള് കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല. അതുപോലെ പണിഷ്മെൻറ്റിന് ഫിയർ ഉണ്ടാവില്ല. അപ്പം ഞാനിത് ചെയ്താൽ എനിക്ക് ഇത്രേ വരാനുള്ളൂ, അപ്പോൾ ആ ഒരു അത്രയേ ഉള്ളൂ എന്നുള്ളൊരു മൈൻഡായിരിക്കും അവർക്ക് ഉണ്ടാവുക. അത് കുട്ടികളിലും നമ്മൾ ഈ ഒരു സംഗതി കാണാറുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത്, ഞാനിപ്പോൾ ഒരാളെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ 2 അടി കിട്ടും, ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ 2 ചീത്ത കേൾക്കും, ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും, അത്രേ വരാൻ പോകുന്നുള്ളൂ എന്നുള്ള ആ ഒരു സീരിയസ്നെസ് അവരിലെത്തൂല. ഒരു പേടി ഉണ്ടാവില്ല, ആരെയും റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ള തോന്നലൊന്നും ഉണ്ടാവില്ല. ഞാനാണ് വലിയ ആൾ, അല്ലെങ്കിൽ എനിക്ക് എല്ലാത്തിലും കൺട്രോൾ ഉണ്ട് എന്നുള്ളൊരു തോന്നലാവും ഇവർക്ക് ഉണ്ടാവുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിമിനൽ ബിഹേവിയേഴ്സിലേക്ക് ചെന്നുപെടും. ഡെലിക്വൻ്റ് ആയിരിക്കും കുട്ടികൾ, കള്ളത്തരം ചെയ്യുക, വയലൻസ് കാണിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത്രയുമൊക്കെയാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ളവർ കാണിക്കുക. അപ്പോൾ ഇതിൽ 15 വയസ്സിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിനെ നമ്മൾ കണ്ടക്ട് ഡിസോർഡർ എന്നാണ് പറയുക. കണ്ടക്റ്റ്. ദെൻ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇമോഷണലി ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ആൾക്കാർ. പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് കരയും, പെട്ടെന്ന് ദേഷ്യം വരും, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ അതിൽ ഭയങ്കര ഇമോഷണൽ ആവുക, എല്ലാവരെയും നല്ല ഈ പാർട്ട്ണറിനെയൊക്കെ പെട്ടെന്ന് സംശയിക്കുക, എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അതിൽ സങ്കടപ്പെട്ടിരിക്കുക. ഇതൊക്കെയാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിക്കാരിൽ കാണുന്നത്. എക്സ്ട്രീം ആയിട്ടുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാവും, പെട്ടെന്ന് ഈ ഒരു മൂഡ് ചേഞ്ചസ് ഇവരിൽ കാണാം. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പുകൾ ഭയങ്കര കൂടുതലായിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും. ഇപ്പോൾ ഒരാളുടെ അടുത്തൊരു ബന്ധമുണ്ട്, അത് അവരുടെ അടുത്ത് ഭയങ്കര സ്നേഹം കാണിക്കും, ഭയങ്കര ഇഷ്ടം കാണിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ഭയങ്കര ക്ലോസ് ആണെന്നുള്ള രീതിയിലിരിക്കും. പിന്നെ പെട്ടെന്ന് ആ ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത റിലേഷനിലേക്ക് പോകും. ആ ഒരു പ്രവണതയും ഇവരിലുണ്ടാവും. ഐ ലവ് യു ടു ഐ ഹേറ്റ് യു, ഐ ലവ് യു എന്ന് ഐ ഹേറ്റ് യുയിലേക്ക് എത്താൻ അധികം സമയം വേണ്ട. ഒരു അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഇതിൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി ഈ ഒരു നമ്മൾ പഠിക്കുമ്പോൾ ഇതാണ് സംഗതി എന്നറിയില്ല, പക്ഷേ ഇപ്പോൾ ഇത് സൈക്കോളജി പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മളെ കൂടെ പഠിച്ചൊരു കുട്ടിക്ക് ഇതേ രീതിയിലുള്ള സിംറ്റംസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ രീതിയിലുള്ള കുറേ റിലേഷൻഷിപ്പുകളിൽ പോയിട്ട് പെടും. അതിപ്പോൾ ആരെങ്കിലും ആയിക്കോട്ടെ, കൂടെ പഠിച്ചവരായാലും പ്രശ്നമില്ല, അല്ലെങ്കിൽ ബസ്സിലെ കണ്ടക്ടറായാലും പ്രശ്നമില്ല, എവിടെയെങ്കിലും ഉള്ള ആൾക്കാരൊക്കെ ആയിട്ട് രണ്ട് മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് കണക്റ്റായി, അവരുമായിട്ട് ഇഷ്ടമായി, പിന്നെ ആ ഒരു റിലേഷനിൽ ഭയങ്കര ഇതായിട്ട് നിൽക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് അത് ബ്രേക്ക് ചെയ്ത് അടുത്ത റിലേഷനിലേക്ക് പോകും. ആൻഡ് അവർ ഈ ഒരു ബ്രേക്കപ്പിൻ്റെ സ്റ്റേജിലെത്തുന്ന സമയത്താണ് ഈ ഒരു കട്ടിങ് ബിഹേവിയറൊക്കെ കാണിക്കുക. ഈ ഒരു പിക്ചറിൽ കാണിക്കുന്ന പോലെ സെൽഫ് ഹാം ചെയ്യുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കയ്യിലൊക്കെ ഈ മത്തിയൊക്കെ നമ്മൾ വരിയൂലേ, അതുപോലെ അവൾ ഇങ്ങനെ വരിഞ്ഞ് വെക്കുമായിരുന്നു, ബ്ലേഡൊക്കെ എടുത്തിട്ട്. പക്ഷെ അധികം ആഴത്തിൽ പോവില്ല, ആഴത്തിൽ ഇത് മുറിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാവുമെന്നറിയാം, പക്ഷേ നമുക്കിത് പേടിപ്പിക്കണമല്ലോ. അപ്പോൾ ഈ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ഈ ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ കോരി വെക്കും. അപ്പോൾ അത് ചിലപ്പോൾ ആൾക്കാരെ പേടിപ്പിക്കാനായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ആത്മഹത്യാ പ്രവണത കാണിക്കുക, അതുപോലെ
ആത്മഹത്യാ ചേഷ്ടകൾ കാണിക്കുക, മറ്റുള്ളവരെ ഈ ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ BPD ഉള്ള ആൾക്കാരിൽ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ എടുത്തു ചാടിയുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളും ഇവരിൽ ഉണ്ടാവും. ഇപ്പോൾ എന്താ പറയുക, ഈ പൈസയൊക്കെ ചിലവഴിക്കുന്നതിലൊന്നും ചിലപ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടാവില്ല. അതുപോലെ ഈ ഡ്രഗ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തുക, ഇതൊക്കെ ഇവർക്ക് പെട്ടെന്ന് അത്തരം കാര്യങ്ങളിൽ ചെന്ന് പെടും. ഇതൊക്കെയാണോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രശ്നം. പെട്ടെന്ന് ദേഷ്യം വരാം, പെട്ടെന്ന് സങ്കടം വരാം, പെട്ടെന്ന് സൂയിസൈഡ് ചെയ്യാൻ തോന്നുക, ഇങ്ങനെ ആ ഒരു മൂഡ് ചേഞ്ച് എപ്പോഴും ഉണ്ടാവും. ദെൻ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ആകുമ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഡ്രാമ ക്വീൻസ് ഒക്കെയാണ് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി എന്ന് പറയുക. ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് പെരുമാറും. എനിക്കെന്നല്ല, നമ്മളിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അവർ ഹിസ്ട്രിയോണിക് ആണോ എന്നുള്ളത്. ഇപ്പോൾ അവരുടെ ഒരു ഹെയർ സ്റ്റൈല് അല്ലെങ്കിൽ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഭയങ്കര മോഡേൺ ആയിട്ട് നടക്കാൻ, ആൾക്കാരെ ഞാനായിരിക്കണം സെൻറ്റർ ഓഫ് അറ്റൻഷൻ, മറ്റുള്ളവർ എന്നെ ആയിരിക്കണം നോക്കുന്നത്, എന്നെക്കുറിച്ചായിരിക്കണം പറയുന്നത്, ഈ ഒരു തോന്നൽ എപ്പോഴും ഹിസ്ട്രിയോണിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി കൂടുതലും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ എപ്പോഴും അറ്റൻഷൻ സീക്കർ ആയിരിക്കും, അവരെല്ലാവരും അപ്രൂവ് ചെയ്യണം, അവരെക്കുറിച്ച് എല്ലാവരും സംസാരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്ക് അവർ തന്നെ ഇട്ട് കൊടുക്കും. ചിലപ്പോൾ സെക്ഷലി പ്രൊവോക്കിംഗ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യും. ചില ആൾക്കാരുണ്ടാവും ഭയങ്കര കുത്തുന്ന കളറ് ലിപ്സ്റ്റിക്ക് ഇടുക, അല്ലെങ്കിൽ ഭയങ്കര ഈ തിളങ്ങുന്ന പോലത്തെ ഡ്രസ്സുകൾ ധരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഭയങ്കര ഓവർ ആക്ട് ചെയ്ത് സംസാരിക്കുക, നമ്മളെ ടോണിൽ വരെ ചേഞ്ച് വരുത്തിയിട്ട്, സംസാര രീതിയിൽ വരെ ചേഞ്ച് വരുത്തിയിട്ട് ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സംസാരിക്കുക, അങ്ങനെ ആക്ട് ചെയ്യുക, എന്തെങ്കിലും ഇതൊക്കെ കാണിക്കുക, എന്തെങ്കിലും രീതിയിൽ പെരുമാറുക. ഇതൊക്കെ ആണ് ഹിസ്ട്രിയോണിക്കിൻ്റെ ഒരു ലക്ഷണങ്ങളെന്ന് പറയുന്നത്, ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി. അപ്പം അത് ഡിസോർഡർ ആവുന്ന സമയത്ത് ഈ ഒരു പേഴ്സണാലിറ്റിയും ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവും, പക്ഷെ അത് ഡിസോർഡർ ആവണമെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ കാണിക്കണം. നമുക്കത് കാണുമ്പോഴത്തേക്ക് ഇവരെന്താ ഇങ്ങനെയെന്ന് തോന്നൂലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് അത് ഡിസോർഡറായിട്ട് പറയാൻ പറ്റുക. ദെൻ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് സിനിമ കണ്ടിട്ടുണ്ടോ? വിനീത് ശ്രീനിവാസൻ്റെ. അപ്പോൾ അതിൽ ഉള്ള ഒരു പേഴ്സണാലിറ്റിയാണ്, അതിൽ വിനീതിൻ്റെ പേഴ്സണാലിറ്റി ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ എല്ലാ പേഴ്സണാലിറ്റിയും നമുക്ക് ഈ സിനിമകളിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡറൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളെ തന്നെ ഒന്ന് നോക്കുക, നമുക്ക് ഏത് പേഴ്സണാലിറ്റിയാണ് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ നമ്മളിലുള്ളത് ഏത് പേഴ്സണാലിറ്റിയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഫിലിമൊക്കെ കാണുമ്പോൾ ഓരോരുത്തർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഇവർ ഹിസ്ട്രിയോണിക് ആണോ, ഇവർ ഡിപ്പെൻഡൻ്റ് ആണോ, ഇവർ ആൻറ്റി സോഷ്യലാണോ, അങ്ങനെ നമുക്ക് ആൾക്കാരുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിലിമിൽ കാണുന്ന പോലെ വിനീതിൻ്റെ ഒരു ഫുൾ ആ ഒരു ഫിലിം ത്രൂ ഔട്ട് ആ ഒരു നാർസിസ്റ്റിക് ട്രേറ്റ്സ് ആണ് കാണിക്കുന്നത്. ഞാനാണ് വലിയ ആൾ, എന്നെക്കാളും മുതിർന്ന അല്ലെങ്കിൽ എന്നെക്കാളും കഴിവുള്ള ആൾക്കാരില്ല, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരെയൊക്കെ തിരഞ്ഞു പിടിച്ച് കൊല്ലുക, എങ്ങനെയെങ്കിലുമൊക്കെ അവരെ ഉപദ്രവിക്കണം, എൻ്റെ മുകളിൽ ആരും നിൽക്കണ്ട. അപ്പോൾ അവരുടെ കൊളീഗ് ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, ആരായാലും എൻ്റെ അപ്പുറത്തേക്ക് ആരും വളരണ്ട എന്നുള്ളൊരു തോന്നൽ നാർസിസ്റ്റുകാർക്ക് ഉണ്ടാവും. എനിക്ക് എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യണം, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാവരും അനുസരിക്കണം, ഞാനാണ് വലിയ ആൾ, ഈ ഒരു തോന്നലാണ് ആ ഒരു ഗ്രാൻഡിയോസ് സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ്. ഞാനാണ് വലിയ ആൾ, എനിക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റണം, ഈ ഒരു തോന്നലാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ളവർക്ക് ഉണ്ടാവുക. ഇവർക്കും എമ്പതി തീരെ ഉണ്ടാവില്ല.
നമ്മളെ കൂടെയുള്ള ആൾക്കാരാണ്, അവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് സങ്കടങ്ങളുണ്ട്, ഇതൊന്നും മനസ്സിലാക്കിയോ അതിനനുസരിച്ച് പെരുമാറുകയോ ചെയ്യൂല. അതുപോലെ ഭയങ്കര മാനിപ്പുലേറ്റീവായിട്ട് സംസാരിക്കുക. ഇപ്പോൾ ഒരു പാർട്ട്ണർ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ഇവരുടെ അടുത്ത് അവരെ ഭയങ്കര സ്നേഹമാണ് എന്നുള്ള രീതിയിൽ പെരുമാറുകയും അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കുകയും ചെയ്യും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൂടെ എന്നെക്കാളും ഇവർ ഒരു പടി വളരാൻ പാടില്ല, അല്ലെങ്കിൽ എൻ്റെ കീഴേ ആയിരിക്കണം ഇവർ, ഈ രീതിയിലുള്ള തോന്നലുകൾ അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. അതുപോലെ എൻവി, ജലസി, എന്നെക്കാളും ആരെങ്കിലുമൊക്കെ സെറ്റായി കഴിഞ്ഞാൽ അവരോടൊരു അസൂയ, അവരുടെ അടുത്തൊരു ശത്രുത, ഇതൊക്കെ ഇവരിൽ കാണാം. ഇതാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി. അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും അത് വേറൊരാളാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തലയിൽ അത് കൊണ്ടുപോയിട്ട് ഇടുക, അതൊക്കെ നാർസിസ്റ്റിക്കിൻ്റെ ഒരു ട്രീറ്റാണ്. അപ്പോൾ വേറൊരാളുടെ കണ്ണിലൂടെ അവർക്ക് കാര്യങ്ങൾ കാണാൻ പറ്റില്ല. സ്വന്തമായിട്ടൊരു തീരുമാനങ്ങളും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഭയങ്കര സുപ്പീരിയറായിട്ട് നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹവും കാര്യങ്ങളുമാണ് നാർസിസ്റ്റിക്കിന് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ മൂന്നാമത് കാണുന്ന ആളാരാ ഈ പിക്ചറിൽ? ഏത് പേഴ്സണാലിറ്റിയാ? ആരാണ്? യെസ്, ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. അതെന്തായിരുന്നു ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ? മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാണ്ട് കളറല്ല അവർ യൂസ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ പെരുമാറുന്ന ആൾക്കാർ. ഫസ്റ്റ് വൺ ആരാ? ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി. മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കണം അല്ലെങ്കിൽ സ്വയം ഉപദ്രവിക്കണം, ആ ഒരു കുരുത്തക്കേട് കാണിച്ച് നടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് പെരുമാറുന്ന ആൾക്കാർ, സമൂഹത്തിന് എതിരായിട്ട്, സമൂഹത്തിൻ്റെ എക്സ്പെക്റ്റേഷൻസിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യുക, എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാക്കുക, ഇങ്ങനത്തെ ആൾക്കാരാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആൾക്കാർ എപ്പോഴും കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. എപ്പോഴും ഇമോഷണലി ഭയങ്കര ലോ ആയിട്ടൊക്കെ ഇരിക്കുന്നവരാണ് BPD, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അവർക്ക് പാർട്ട്നേഴ്സിൻ്റെ അടുത്തൊക്കെ പെട്ടെന്ന് സംശയവും കാര്യങ്ങളും ഉണ്ടാവും. ആ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകും. ഇതൊക്കെയാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിൽ കാണാൻ പറ്റുക. പിന്നെ ലാസ്റ്റ് വൺ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി. ഞാൻ ഭയങ്കര ടോപ്പായിരിക്കണം, അതിൻ്റെ മുകളിലേക്ക് ആരും പോകണ്ട, ആ ഒരു കാര്യമാണ് നാർസിസ്റ്റിക്കിൽ ഉണ്ടാവുക. അപ്പോൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി കൂടുതലും പുരുഷന്മാരാണ് ആ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ കാണിക്കുന്നതെന്നാണ് പറയുന്നത്. ദെൻ ക്ലസ്റ്റർ സി. ക്ലസ്റ്റർ സിയിൽ ഉള്ള ആൾക്കാർ ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും, ഭയങ്കര ഫിയർഫുൾ ആയിരിക്കും, എല്ലാ കാര്യങ്ങളെയും പേടി, എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ആലോചിച്ചിട്ടും ആദ്യം ഇന്ന ആൾക്കാർ ഇട്ടിട്ട് പോവുക, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ ഒറ്റപ്പെടുത്തുമോ, ഈ രീതിയിലുള്ള ചിന്തകളായിരിക്കും. അതുപോലെ ചിലപ്പോൾ ഭയങ്കര പെർഫെക്ഷനിസം കാണിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ വേറൊരാളില്ലെങ്കിൽ ഒറ്റയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും. ഇതൊക്കെയാണ് ക്ലസ്റ്റർ സിയിൽ ഉണ്ടാവുക. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പോൾ അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഫിയർ ഓഫ് റിജക്ഷൻ, മറ്റുള്ള ആൾക്കാർ എന്നെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള പേടി. അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു റിലേഷൻ വേണ്ട. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്ന് വിചാരിക്കും, പക്ഷേ ഞാൻ ആ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും നടക്കില്ല, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനേ നോക്കൂല. എനിക്കാരും വേണ്ടാന്ന് ഞാൻ പറയാനുള്ളൊരു കാരണം അവരെന്തെങ്കിലും എന്നെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ആരെയും കൂടെ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാം. ഈ ഒരു ഫിയർ ഓഫ് റിജക്ഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ കുറ്റപ്പെടുത്തുന്നതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെ ആൾക്കാരുമായിട്ട് അധികം മിങ്കിൾ ചെയ്യാതെ നടക്കുക, സോഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെയാണ് അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ കാണാൻ പറ്റുക. അപ്പോൾ അവർ നല്ല രീതിയിൽ ഒരു സെമിനാറൊക്കെ പ്രിപ്പയർ ചെയ്തു എന്ന് വിചാരിക്കും, പക്ഷെ അവർക്ക് അത് പോയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പേടിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് എവിടെയെങ്കിലും തെറ്റിയാലോ, അല്ലെങ്കിൽ അത് പറയുമ്പോൾ ആൾക്കാരെന്നെ ജഡ്ജ് ചെയ്താലോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിലോ, ഇങ്ങനെയൊക്കെ ആ ഒരു സാഹചര്യങ്ങളെയൊക്കെ ഇവരിങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒന്നും കിട്ടാൻ അവർക്ക് ഇഷ്ടമില്ല.
ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ആളുകൾ എന്ത് പറയും, അല്ലെങ്കിൽ എനിക്കൊരു കഴിവും ഇല്ലല്ലോ, ഈ രീതിയിലുള്ള തോന്നലുകളൊക്കെയാണ് അവോയ്ഡൻറ്റിന് ഉണ്ടാവുക. പിന്നെ അവോയ്ഡൻറ്റ് മനസ്സിലായിട്ടില്ലേ? എല്ലാവരെയും ഒരു പടി അകലെ നിർത്താൻ ശ്രമിക്കും. പിന്നെ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു ചെറിയ ഡിസിഷൻ എടുക്കണമെങ്കിൽ വരെ മറ്റുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങണമെങ്കിൽ, എല്ലാ കാര്യങ്ങൾക്കും എനിക്കൊരു കൂടെ ഒരാൾ വേണം, അതില്ലാതെ എനിക്ക് പറ്റൂല, ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവുക. ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ മറ്റുള്ളവരുടെ കാല് പിടിച്ചുകൊണ്ട് നടക്കുന്ന ടൈപ്പാണ് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ ഞാൻ എപ്പോഴും അനുസരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാളൊരു കാര്യം പറഞ്ഞു, പക്ഷേ എനിക്ക് ഇഷ്ടമായില്ല, ഇനിയിപ്പോൾ ഇഷ്ടമായിട്ടില്ലെങ്കിലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും. ഇത് ഇങ്ങനെയല്ല, ഇതിങ്ങനെയാണെന്ന് പറയാൻ ഞാൻ നിൽക്കൂല. അങ്ങനെ തിരുത്തി കഴിഞ്ഞാൽ എന്നോടുള്ള ഇഷ്ടം പോവില്ലേ, അപ്പം ഞാൻ ഒറ്റയ്ക്കാവൂലേ, ഈ ഒരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ആൾക്കാരെന്ത് പറയുന്നോ അതിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഒന്നിനും പറ്റൂല. അതുകൊണ്ട് തന്നെ ആരെയും വിട്ടുകൊടുക്കൂല, എല്ലാവരെയും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നടക്കും. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും, ആ ഫ്രണ്ട് സർക്കിളിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങിക്കൊണ്ടിരിക്കും. ഇവർ പെട്ടെന്ന് ഈ ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ ചെന്ന് പെടും. അവിടെ നിന്ന് ഊരിപ്പോരാൻ അവർക്ക് പറ്റുകയില്ല. ഇപ്പം നാർസിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞല്ലോ, നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടത് തൻ്റെ കീഴെ നിൽക്കാൻ ഒരാളെയാണ്. അപ്പോൾ ആ ഒരു കീഴെ നിൽക്കാനുള്ള ആളാവാനായിരിക്കും ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റിക്ക് ഇഷ്ടം. അപ്പോൾ ഇപ്പോൾ ഒരു ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഉള്ള ആൾ നാർസിസ്റ്റിക്കിനെയാണ് കല്യാണം കഴിക്കണതെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ഇതിങ്ങനെ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റിക്ക് എപ്പോഴും ഡിസിഷൻ എടുക്കാൻ ഒരാൾ വേണം, നാർസിസ്റ്റിക്കിന് എപ്പോഴും തൻ്റെ കീഴെ നിൽക്കാൻ ഒരാൾ വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകും. ഓക്കെ. അപ്പോൾ ആ ഒരു ടോക്സിക് റിലേഷൻ ആണെങ്കിലും, ഇവർ നാർസിസ്റ്റിക് ആണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിലും നമുക്കത് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും, ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഉള്ളവരാണെങ്കിൽ ഞാൻ ഒറ്റപ്പെടുമല്ലോ എന്നുള്ള പേടിയിൽ എല്ലാം സഹിച്ചും കണ്ടും കൂടെ നിൽക്കും. അതാണ് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റീൻ്റെ ഒരു പ്രത്യേകത. ദെൻ ലാസ്റ്റ് വണ്ണാണ് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് OCD കേട്ടിട്ടില്ലേ, അല്ലെങ്കിൽ OCPD? OCD അറിയോ? ഭയങ്കര വൃത്തി. അത് OCPD ആവുന്ന സമയത്ത് ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും. OCD എന്ന് പറയുന്നത് ഒരു ആങ്സൈറ്റി ഡിസോർഡറാണ്, പക്ഷേ OCPD എന്ന് വെച്ചാൽ അത് പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. കാറ്റഗറി തന്നെ വേറെയാണ്. OCDയും OCPDയും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ OCD എന്ന് വെച്ചാൽ ഭയങ്കര വൃത്തി, എവിടെയെങ്കിലും തൊട്ട അപ്പം കൈ കഴുകണം, ആ ഒരു കാര്യമായിരിക്കും. ആ ഒരു ഹൈജീൻ റിലേറ്റഡ് ആയിട്ടായിരിക്കും ഉള്ള ഒരു ആങ്സൈറ്റി ആയിരിക്കും OCDയിൽ ഉണ്ടാവുക. പക്ഷേ OCPD എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർഡറിൽ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഭയങ്കര നീറ്റായിരിക്കണം, ഭയങ്കര പെർഫെക്റ്റായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ ഇവർക്ക് പറ്റില്ല. ഇപ്പോൾ ഒരു എക്സാം എഴുതുന്ന സമയത്ത് ഒരു തെറ്റ് വന്നു, ആ തെറ്റ് വന്നു കഴിഞ്ഞാൽ ആ പേപ്പർ ഫുൾ വെട്ടി, നെക്സ്റ്റ് പേപ്പർ വാങ്ങി, പിന്നെയും തെറ്റ് വന്നു, ആ പേപ്പർ ഫുൾ വെട്ടി. അങ്ങനെയാണ് OCPD ഉണ്ടാവുക. പറഞ്ഞ സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റില്ല, ഈ ഒരു പെർഫെക്ഷനിസം കാരണം. നമ്മളിത് കുളിപ്പിച്ച് കുട്ടീനെ ഇല്ലാണ്ടാക്കുക പറയില്ലേ, ആ ഒരു രീതിയിൽ വൃത്തിയായിട്ടില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒതുക്കി വെക്കുകയും ചെയ്യും. പക്ഷേ ഒന്നിട്ട് റെഡി ആവുകയില്ല. ആ ഒരു എക്സ്ട്രീം കേസാണ് OCPDയിൽ കാണാൻ പറ്റുക. അവർക്കൊരു റൂളുണ്ടാവും, അല്ലെങ്കിൽ അവർക്കൊരു ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാവൂ എന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിലേ അവർ കാര്യങ്ങൾ ചെയ്യുള്ളൂ. എല്ലാ കാര്യവും ഒരു ഓർഗനൈസ്ഡ് വേയിൽ ചെയ്യണം, ആ ഒരു കാര്യമാണ് OCPD.
ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ഒരേ കളറുള്ള സാധനങ്ങൾ ഒരേപോലെ വെക്കുക. ഇതൊക്കെ നമ്മളും ഇടയ്ക്ക് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഒരു സമയമില്ലാത്ത സമയത്ത് നമ്മൾ ഇരുന്നത് ചെയ്യാൻ നിൽക്കുമോ? നിങ്ങൾ ചെയ്യാറുണ്ടോ? പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനുണ്ട്, പക്ഷെ നിങ്ങളിങ്ങനെ ഇരുന്നിട്ട് ഷൂ ഒക്കെ അടുക്കി വെക്കുന്നു, അല്ലെങ്കിൽ ഒരേ കളറുള്ള സാധനം ഒരേപോലെ വെക്കുന്നു. എത്ര തിരക്കാണെങ്കിലും എനിക്ക് ഷെൽഫിലെ ഡ്രസ്സുകളൊക്കെ വൃത്തിയാക്കി വെക്കണം, അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, എനിക്കിപ്പോൾ ഒരു 8:30 ഒരു എക്സാം ഉണ്ട്. അപ്പോൾ 8:15 അല്ലെങ്കിൽ 8:20 8:20 സമയത്താണ് ഈ ഒരു ഷെൽഫിലെ ഡ്രസ്സൊക്കെ പുറത്ത് വീണ് കിടക്കുന്നത് കാണുന്നത്. പക്ഷേ 8:30 ആവാനായി, അപ്പോൾ എക്സാമും ഉണ്ട്. അപ്പോൾ നിങ്ങളിത് മടക്കിയൊക്കെ വെച്ച് 8:30 കഴിഞ്ഞു, 8:30 കഴിഞ്ഞിട്ടും ഈ പെന്നും പേപ്പറും ഒന്നും എടുക്കാതെ ഇത് കഴിഞ്ഞിട്ടേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ ഇത് മടക്കി പെറുക്കി നിൽക്കുമോ? പക്ഷെ ഞാൻ പറയട്ടെ, ഒരു പക്ഷെ അത് അവിടെ വെച്ച് എക്സാമിന് നിന്നാലും ഈ മൈൻഡ് മൊത്തം ആ കത്തുമ്പോ വെച്ച ഡ്രസ്സിലായിരിക്കും. അത് മടക്കി വെക്കാനുണ്ടല്ലോ എന്നുള്ള ടെൻഷനിലായിരിക്കും. അങ്ങനെ ഒരു എന്താ പറയുക, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു കാര്യത്തിന് ടെൻഷൻ ഉണ്ടെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവര് റൂമില് ബെഡ്ഷീറ്റ് മടങ്ങിയ അപ്പൊ വന്ന് നിർത്തണം. മക്കള് ബെഡിൽ ചാടി കളിക്കാൻ പാടില്ല, അതൊന്നും ഇഷ്ടമില്ല. ഒരു ചളിയാവുന്ന ഒരു ചിന്താഗതിയാണ്. ഒന്നെങ്കിൽ OCPD അല്ലെങ്കിൽ OCDന്റെ ആ ഒരു കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഇപ്പൊ മാം പറഞ്ഞ ഈ ഹൈജീനിക് പ്രശ്നങ്ങളൊന്നുമില്ല. എവിടെയൊക്കെ തത്താപ്പ കൈ കേടാ അങ്ങനൊന്നുമില്ല. ഈ റൂം, ഷെൽഫ്, കിച്ചണൊക്കെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീനിലായിരിക്കണം. എടുത്ത സാധനം മുളകും പൊടിന്റെ കുപ്പി എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് വെക്കണം, ഉപ്പിന്റെ കുപ്പി എടുത്ത് അടുത്തടുത്ത് വെക്കണം, അവിടെ ഇവിടെ വലിച്ചിടില്ല. അങ്ങനൊക്കെ ഒരു ചിന്താഗതി അല്ല, ഭയങ്കരമായിട്ടൊന്നല്ല. അത് ലൈഫിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മൊത്തത്തിൽ എവിടെ പോയാലും ഇത് പ്രശ്നമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ വേറെ ആരെങ്കിലും നിങ്ങൾ അടുക്കളയിൽ വന്ന് പെരുമാറി, ആ സമയത്ത് ഇപ്പോൾ അമ്മായിയമ്മ ഉണ്ടെന്ന് വിചാരിക്കുക, അമ്മായിയമ്മ വന്നിട്ട് ഇതിന് വേറെ എന്തൊക്കെയോ ചെയ്തു, അവിടെയും ഇവിടെയൊക്കെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വെച്ചു, അപ്പോൾ നിങ്ങൾ അവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അതൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലേ? ഇപ്പോൾ ഒരു സാധനം അങ്ങോട്ട് മാറി വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നലുണ്ട്, ഇങ്ങനെ ചെയ്തു വെച്ച കാര്യമില്ലേ എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ പറയേ ദേഷ്യപ്പെടാനൊന്നും ചെയ്യാനുള്ള മനസ്സിലിങ്ങനെ തോന്നലുണ്ട്, ആകെ വൃത്തിയേടാക്കിയിട്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് കാരണം നമ്മളെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക, നമ്മൾ ചെയ്യുന്ന വർക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക, നമുക്ക് ആ ഒരു പെരുമാറ്റം മാറ്റാൻ പറ്റില്ല. അപ്പം അത് ഡിസോർഡർ അല്ല. അപ്പോൾ നമ്മൾ എന്ത് നോക്കുമ്പോഴും ഞാൻ ഫസ്റ്റ് പറഞ്ഞ 3 കാര്യങ്ങൾ നോക്കുക. ഈ 3 എണ്ണത്തിനെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിസോർഡർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങളിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ആയിരിക്കും. പക്ഷെ അത് ഡിസോർഡർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി 3 എണ്ണം നമ്മൾ പറഞ്ഞു: അവോയ്ഡൻറ്റ്, ഡിപ്പെൻഡൻറ്റ്, പിന്നെ OCPD. ഇത്രയുമാണ് ക്ലസ്റ്റർ സിയിൽ വരുന്ന ഡിസോർഡേഴ്സ്. 9:30 കഴിഞ്ഞു അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴാന്ന് വെച്ചാൽ വന്നിട്ട് ചോദിക്കാം. അപ്പം ശരി, നോട്ട്സ് ഷെയർ ചെയ്യാം, നോട്ട്സ് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലിയോ മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പം ശരി, ഗുഡ് നൈറ്റ്. താങ്ക് യു.